ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്നിവിടെ കിളിമീൻ തേങ്ങ അരച്ച് കറി വെക്കുന്ന വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതിന് എന്തൊക്കെ വേണമെന്ന് നമുക്ക് നോക്കാമേ. അതിനു വേണ്ടി അരമുറി തേങ്ങ, ഒരു സവാള, ഒരു തണ്ട് കറിവേപ്പില, 3 വെളുത്തുള്ളി ചെറുത്, ഇത്തിരി കുരുമുളക്, 1 സ്പൂൺ മല്ലിപ്പൊടി, 1.5 സ്പൂൺ മുളക് പൊടി. ഇത് നമുക്ക് നല്ലതുപോലെ മിക്സിയിലൊന്ന് അരച്ചെടുക്കാവേ. നമ്മുടെ വീട്ടിലെ തന്നെ കുടംപുളിയാണ് കേട്ടോ. തേങ്ങയൊക്കെ അരച്ച് കറി വെക്കുമ്പോൾ ഇതിൽ 2 കഷ്ണം വിട്ടാൽ വേറൊരു ടേസ്റ്റാണ്. മാങ്ങയുടെ കൂട്ടുള്ള ഒരു ടേസ്റ്റൊക്കെ കറിക്ക് കിട്ടും. നല്ലതുപോലെ കഴുകി നമ്മൾ ചെറിയ ചെറിയ പീസാക്കി വെള്ളത്തിലിട്ടേക്കുവാണ്. കാരണം പച്ച പുളിയാണ്ട് പുളി കറങ്ങാൻ ഇച്ചിരി താമസമാണ് കേട്ടോ. ഇതിലിടെ 3 പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലതുപോലെ കഴുകി നമ്മൾ ചെറിയ ചെറിയ പീസാക്കി വെള്ളത്തിലിട്ടേക്കുവാണ്. കാരണം പച്ച പുളിയാണ്ട് പുളി കറങ്ങാൻ ഇച്ചിരി താമസമാണ് കേട്ടോ. ഇതിലിടെ 3 പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാവേ. പുളിയിട്ട് വെച്ചതാണ്, നേരത്തെ കഴുകി വൃത്തിയായിട്ട്. നമ്മൾ ഉപ്പിട്ടില്ല കേട്ടോ. വേപ്പില ചേർത്ത് കൊടുക്കാവേ. അടച്ച് വെച്ച് നല്ലതുപോലെ വേവിക്കാം നമുക്ക്. കണ്ടേ, കറി നല്ലതുപോലെ കുറുകിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കറി വെച്ചാൽ. നിങ്ങളെല്ലാവരും ഒന്ന് ഇങ്ങനെ വെച്ച് നോക്കണമേ. ഇനി നമുക്ക് ഒന്ന് കടുക് വറക്കാവേ. കറിയിൽ നമുക്ക് ഇനി കടുക് ഇട്ട് കൊടുക്കാവേ. എണ്ണ ചൂടായിട്ടുണ്ട്. ഉള്ളി ഇട്ട് നല്ലതുപോലെ ഒന്ന് വാടണവേ. മുരിഞ്ഞ് വരണം, നല്ല ടേസ്റ്റ് വരത്തുള്ളൂ. വേപ്പില ഇട്ട് കൊടുക്കാവേ. കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കൂട്ടുകാരെ. അപ്പോൾ ഈ വീഡിയോ കണ്ടിഷ്ടപ്പെടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, ബൈ ബൈ.